വായോടെ ഫ്രഞ്ച് കിട്ടും, ചുണ്ടുണ്ടാവൂല. വെൽക്കം ടു സിംബൂസ് ജേണി. അപ്പൊ ഇന്ന് നമ്മ പോണ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണം? അതെ ഗായ്സ്, ഞാനിപ്പോ ചെറായി ബീച്ചിലാണ്. ഇത്രയും കാലമായിട്ടും ചെറായി ബീച്ചിൽ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സത്യം പറഞ്ഞ ഗ്രീഷ്മയും എൻ്റെ വൈഫും കൂടി ഇവിടെ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റി അറിയണത്. സ്ഥലം വേറെ ഒന്നുമല്ല, സ്ഥലം തേത് ഇപ്പൊ തന്നെ എത്തും. ദാസ്റ്റ ഹൗസ്, അതാണ് സ്ഥലം. സംഭവം വേറെ ഒന്നുമല്ല, ഉള്ളിൽ കമനീയ മീനുകളുടെ ശേഖരം, അതേപോലെ തന്നെ മറ്റ് പല ജീവികളും ഉണ്ട്. ടിക്കറ്റ് ഫീ വെറും 150 രൂപയുള്ളൂ. 150 രൂപ എടുത്ത് നമ്മൾ എൻട്രി എടുത്തായിട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ കണ്ടത് ഇതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ഫ്ലൂറസെന്റ്, പച്ച, മഞ്ഞ, ചുമല, അങ്ങനെ ഇഷ്ടംപോലെ മീനുകളാണ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത്. അതും അലങ്കാര മത്സ്യങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ ബാക്കിൽ അവർ ചെയ്തേക്കുന്ന ലൈറ്റ് വർക്കാണ്. ഇത് നോക്കി കാണാൻ തന്നെ എന്താ രസം. വാവ്, നൈസ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ നമുക്ക് കുറച്ച് ഫുഡ് കയ്യിൽ തന്നു, മീൻ ഫുഡ്. എന്നിട്ട് അത് കയ്യിൽ പിടിച്ചിട്ട് കൈ മടക്കി ഈ വെള്ളത്തിലേക്ക് മുക്കി പിടിക്കാൻ പറഞ്ഞു. അത് മീനുകൾ നമ്മുടെ കയ്യിലേക്ക് വന്ന് കയറുന്നതിനും അത് മീൻ നമ്മളെ കടിക്കും നക്കുമെന്നൊക്കെയാണ് ഇവർ പറയണത്. അപ്പം അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ റിച്ചപ്പനും അതേപോലെ തന്നെ ഉണ്ണിയും കൂടി കൈയിട്ട്. അപ്പം സംഭവം ശരിയാണ്. അപ്പം അതിനുശേഷം ഞാനും കൂടി ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി. സുഗരിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ കൈയിടുന്നത്. കാരണം വീഡിയോ അവന് എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്നാ ശരി, ഒന്നുമില്ല, പറ്റിക്കാൻ പോണേ. അത് തുറന്നിട്ട് കൈ കടിച്ചില്ലല്ലോ, പേടിയാണ്. കൈ വെച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മ അടുത്തത് നേരെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്വാനയുടെ അടുത്തേക്കാണ്. കണ്ട, നല്ല ഒന്നാം തരം ഇഗ്വാന, ഒരു 3-4 ഉണ്ട്. എക്കത്തിന് നല്ല കട്ടക്കലിപ്പ് മോറാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കണ്ട, നമുക്ക് നോക്കി സത്യം പറഞ്ഞാൽ നോക്കി നിൽക്കാൻ തന്നെ നമുക്കൊരു ചെറിയ പേടി തോന്നും. കൈ കിട്ടിയത് ഇപ്പൊ കടിച്ച് പറിക്കണ സൈസാണ് അവന്റെ നോട്ടം. അല്ല, നിർബന്ധിക്കണ്ട, അത് കുഴപ്പമില്ല, നിർബന്ധിച്ചോ. വായോടെ ഫ്രഞ്ച് കിട്ടും, ചുണ്ടുണ്ടാവൂല. ഇച്ചിരി പേടിയുണ്ടോ? കൂളിംഗ് ഗ്ലാസ് ചോദിച്ചോ. അവിടെ നിൽക്ക് പോയി നിക്കടാ. ആനെ കണ്ടെന്നായി. ആ, കടിക്കൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് നേരെ ഈ ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. അതായത് ഈ നിറച്ച് പക്ഷികൾ, ലവ് ബേർഡ്സ് ആണ് ഇവിടുത്തെ മെയിൻ. ഈ ലവ് ബേർഡ്സിൻ്റെ ഒരു ചെറിയൊരു കൂടിനകത്തേക്ക് ഞങ്ങൾ ഇയാൾ ഇറക്കി. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവരെയും കയ്യിൽ ഈ ലവ് ബേർഡ്സിന് കൊടുക്കാനുള്ള ഫുഡ് തന്നു. എന്നിട്ട് പറഞ്ഞ് അത് നീട്ടി പിടിച്ചാൽ മതി, അത് വന്ന് മേത്തോട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഞാനപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ നീട്ടി പിടിച്ച് മാടി വിളിക്കണേണ്. അപ്പോൾ ആദ്യം തന്നെ ആരും വന്നില്ല. പിന്നെ പതുക്കെ ഒരെണ്ണം വന്ന് കയറി. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്ന് കയറിയിരിക്കും. സുഗിരിയാണെങ്കിൽ അവിടെ മറ്റേ ഉള്ള കണ്ട പക്ഷികളെ മൊത്തം വിളിച്ചു വരുത്തി 2 കയ്യിലും ഫുഡും കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കണം. അങ്ങനെ ഈ പക്ഷികൾ നമ്മുടെ കയ്യിലിരുന്ന് ഇതിൻ്റെ ഫുഡ്, അതായത് ചെറിയ നെൽമണി, അരിമണി പോലത്തെ സംഭവങ്ങളൊക്കെയാണ്.
അതൊക്കെ ഇങ്ങനെ കൊത്തി 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 ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണത് നമുക്ക് കൈക്ക് നല്ലൊരു ഇക്കിളിയാവും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, മനസ്സിലായേ? അതായത് ഇങ്ങനെ പതുക്കെ പതുക്കെ കൊത്തിക്കൊണ്ടിരിക്കല്ലേ, നല്ല രസമായിരുന്നു ആ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗൗരിയാണെങ്കിൽ കൂടിൻ്റെ അകത്തോട്ട് ഇറങ്ങാണ്ട് എനിക്ക് പേടിയാണെന്നും പറഞ്ഞൊരു മൂലക്ക മാറിയിരിക്കണം. ഞങ്ങയാണെങ്കിൽ കിട്ടിയ സമയം നന്നായിട്ട് എൻജോയും ചെയ്തു. റിച്ചപ്പനും നാണെങ്കിൽ നേരെ ഫുഡും പിടിച്ച് മുയലിൻ്റെ അടുത്തേക്ക് പോകുന്നു, പ്രാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളോടെ ഉണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് നേരം ലവ് ബേഡ്സിനൊന്ന് ഫോക്കസ് ചെയ്ത് നിർത്തി. 3-4 വന്ന് എൻ്റെ കയ്യിലിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. 4 കൂടി മറ്റേ കടി കൂടി എൻ്റെ കയ്യിൽ നിന്ന് ആ അരിമണി കൊത്തിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു രസമായിട്ട് തോന്നി കാണുന്നത് മൊത്തം. പിന്നെ ഞാൻ ഈ ലവ് ബേഡ്സിനെയൊക്കെ ഒന്ന് സൂം ചെയ്തെടുക്കാൻ തുടങ്ങി. ആ പീക്കോക്ക് കളറിലെ ലവ് ബേഡിനെ കണ്ട നല്ല രസമില്ലേ കാണാൻ, ഒരു പ്രത്യേക ഭംഗി. ഞാൻ ഇവന്മാരെയും ഒന്ന് സൂം ചെയ്തെടുത്ത്. പിന്നെ എൻ്റെ മനസ്സിൽ എന്നിലെ കാലമാടൻ ഉണർന്നു. ഞാനപ്പോൾ ആലോചിച്ച്, ഈ ഇരിക്കണ പക്ഷി, അതായത് ഈ ലവ് ബേഡ്സിനെയൊക്കെ പിടിച്ച് നൈസായിട്ട് അതിൻ്റെ കുണ്ടി കൂടി ഒരു കമ്പി അങ്ങോട്ട് കുത്തി വായെ കൂടി ഇറക്കി മസാലയൊക്കെ പുരട്ടി തീയുടെ മുകളിലിട്ട് പതുക്കെ ഒന്ന് കറക്കി, ഔ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പം ഞാനങ്ങനെ ചിന്തിക്കണത് കണ്ടുകൊണ്ടായിരിക്കണം ഉണ്ണി എന്നോട് പറഞ്ഞു, അതേ മതി മതി, നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് സൂം ചെയ്ത് ഒരു 5-6 വീഡിയോ എടുത്തിട്ട് പതുക്കെ ആ കയ്യിലുണ്ടായിരുന്ന ഇതിൻ്റെ ഫുഡ് അങ്ങോട്ട് താഴത്തേക്ക് ഇട്ടിട്ട് ഞാൻ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് ഉണ്ണി പറഞ്ഞ് ഉണ്ണിക്കും ആ ഇഗ്വാനെ ഒന്ന് എടുത്ത് കൈ പിടിക്കണമെന്ന്. അങ്ങനെ ആ പുള്ളിയുടെ അടുത്ത് നിന്ന് ഇഗ്വാനെ വാങ്ങിച്ച് ഉണ്ണിയും മേത്ത് വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് റിച്ചുവായി ആണെങ്കിൽ ആ ഇഗ്വാനയുടെ വാലുമ്മ തഴുകി വാലുമ്മ പിടിച്ച് പതുക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് സുഗിരി ഇഗ്വാനെടുത്ത് എല്ലാവരും ആ ഇഗ്വാനെടുത്ത് പിടിച്ച്. ഗൗരി മാത്രം പേടിച്ച് ഓടണ്ടായിരുന്നു. അവള് എന്നിട്ട് പതുക്കെ നൈസായിട്ട് വന്നിട്ട് ആ ഇഗ്വാനൊന്ന് തൊട്ട്, അപ്പോഴും പേടി മാറിയിട്ടില്ല, എടുത്ത് മര്യാദ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആള് ഓക്കെ ആയി. എന്നിട്ട് പതുക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ ഇഗ്വാനെ തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി. ആ ഉള്ളിലേക്ക് കയറലും ഏതോ ഒരു അധോലോക സംഘത്തിന്റെ മേടയിലേക്ക് പോണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചുറ്റും ഫ്ലൂറസെന്റ് കളറുകളും അത്രയും ഡെക്കറേറ്റ് ചെയ്ത് ആ മീനിന്റെ അക്വേറിയത്തിൽ കൂടി പോയേക്കാണ്. അപ്പൊ ആ മീനുകൾ അവിടെ കിടന്ന് തിളങ്ങിയാണ്. പലതരം മീനുകൾ, സീബ്ര, അതേപോലെ കംപ്ലീറ്റ് ഫ്ലൂറസെന്റ് ചുവപ്പ് കളറുള്ള മീൻ, അങ്ങനെ ഇഷ്ടംപോലെ മീനുകൾ നമ്മൾ കാണുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങൾക്ക് പുറമെ കടലിന്റെ അടുത്തട്ടി കാണുന്ന മീനുകളില്ലേ, അതുപോലുള്ള മീനുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. കാണുമ്പോൾ തന്നെ കണ്ണിന് കൗതുകം തരുന്ന ഒരുപാട് മീനുകളെ നമുക്ക് ഇതിൽ കാണാം. അത് മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ കളറുകളും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തേക്കുന്ന കളറുകളുടെയും പ്രത്യേകതയാണ്. ഈ മഞ്ഞ കളറിലെ മീനൊക്കെ നോക്കി, വാവ് നൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ ഇവര് തന്നെ ആർട്ടിഫിഷ്യലായി കടൽപ്പുറ്റ് പോലെ ചെറിയൊരു പോർഷൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്കും ഇതേപോലെ തന്നെ മീനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് നമ്മളുടെ കണ്ണുകളെ അത്രയും ആകർഷണീയതയോടെ ഈ മീനുകളെ കംപ്ലീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനപ്പോൾ ആലോചിച്ച് നോക്കി, വെറും 150 രൂപ എൻട്രി ഫീ ഇവർ വാങ്ങിച്ചിട്ട് ഇത്രയും മീനുകളെയും സംഭവങ്ങളെയൊക്കെ ഇവരെങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചെറിയ സ്പേസിൽ സെറ്റ് ചെയ്യുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനൊരു കുളിർമ നൽകിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ലവ് ബേഡ്സിന്റെ, അതായത് വലിയ ലവ് ബേഡ്സ് ഉള്ള കേജിലാണ്. 2 ലവ് ബേഡ്സ് വലുത്. അതിന് പുറമെ ഒരു വലിയൊരു വേഴാമ്പലും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. വേഴാമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോർജ് ഓഫ് ദ ജംഗിൾ സിനിമയിൽ നമ്മൾ കാണൂലേ, തൂക്കി അത് കൂട്ടത്തെ സാധനം. ആള് സൈലന്റ് ആയിരുന്നു. ആ ലവ് ബേഡ്സ് 2 കാർച്ചായിരുന്നു. നമ്മൾ വിചാരിക്കണ പോലത്തെ ഒരു സൗണ്ട് ആയിരുന്നില്ല. ഏതാണ്ട് കൊല്ലാൻ പോണ കൂട്ടാണ് അതിന്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാ. അങ്ങനെ അത് കഴിഞ്ഞ് വേഴാമ്പലിന്റെ അവിടെ നിന്ന് ഞങ്ങൾ തിരിയലും പിന്നെ മക്കോറിയം. വാവ്, നൈസല്ലേ പോണ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മീനെയും ഇത് കഴിഞ്ഞിട്ടൊരു മീൻ വരും കണ്ട. ഇത് രണ്ടും എനിക്ക് പേഴ്സണലി ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇത് രണ്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വേറൊരു ഐറ്റം വരും ഇപ്പൊ, നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ എങ്ങനെയുണ്ട്. ആ ഫ്ലൂറസെന്റ് അതിന്റെ കളറിന് പുറമെ അവരിട്ടേക്കണ ലൈറ്റിന്റെ ഒരു എഫക്റ്റും കൂടി കിട്ടിയപ്പോ എന്ത് രസമാണ് നോക്കിനെ കാണാൻ. സത്യം പറഞ്ഞ ഇതിന്റെ അകത്ത് കയറിയില്ലെങ്കിൽ ഇതൊരു നഷ്ടമായി പോകാൻ. ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മ ഇത്ര നേരത്തെ അറിഞ്ഞില്ല. ദൈവമേ, സാരമില്ല. നല്ല അടിപൊളി അലങ്കാര മത്സ്യങ്ങള് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ നല്ല സമാധാനപരമായിട്ടായിരിക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ടിരിക്കുന്ന വെള്ള ലവ് ബേഡിനെ നമ്മ കണ്ട്. നൈസ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കാലെടുത്ത് വെച്ചേക്കണം സ്നേക്ക് പാർക്കിന്റെ അകത്തോട്ട്. എൻ്റെ ദൈവമേ, എന്തോരം പാമ്പുകൾ, പല കളറ് പല സൈസില്, ഇഷ്ടംപോലെ പാമ്പുകൾ. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഇതെല്ലാം മറ്റേ സമാധാനപരമായ പാമ്പുകളാണ്. എല്ലാം മറ്റേ പൈത്തൺ, ആ ചുരുണ്ടുകൂടി കിടക്കണം നോക്കി. പാവു ആ പൈത്തൺ. അതേപോലെ തന്നെ നല്ല 1-ാം തരം മലമ്പാമ്പ്. കോട്ടുവായി ഇടുന്ന സീനാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പം പൊളിച്ച് അങ്ങേ അറ്റത്തെത്തി. നോക്കിയത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ചുരുങ്ങി അടച്ചു വെച്ച്. ഈ ഒരു മലമ്പാമ്പിനെ നമ്മുടെ കഴുത്തിലിട്ട് സെൽഫി എടുക്കാൻ 200 രൂപ, $200 അവർ പറഞ്ഞത്. പിന്നെ അത് താങ്ങാനുള്ള ആളില്ലാത്തത് കൊണ്ടും, കാരണം എനിക്ക് പൊതുവെ പാമ്പുകളെ ഭയങ്കര പേടിയുമാണ്, വലിയ ഇഷ്ടമല്ല പാമ്പുകളെ. അപ്പം അതുകൊണ്ട് ഞാൻ പോയില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതാണെങ്കിൽ ഉടുക്കത്തെ ലോങ്ങാണ്. അവളും അത് കൂടാണ്ട് ഒരു 3-4 പേരും കൂടി വേണം അത് വലിച്ചു നീട്ടി പിടിച്ച് നിൽക്കാൻ. അങ്ങനെ അടുത്തത് ഏത് പാമ്പിനെ കഴുത്തിലിടുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കണ സമയത്താണ് അവളൊരു വെള്ളയും ബ്രൗണിഷ് കളറുമുള്ള ഒരു പാമ്പിനെ കണ്ടത്. ഒരു പാവം പാമ്പ്. ഇതാണ് ആ സാമാൻ. അപ്പൊ ഇതിനെ കഴുത്തിലിടാൻ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോ 50 രൂപ എന്ന് പറഞ്ഞു. പിന്നൊന്നും നോക്കില്ല, പൈസ എടുത്ത് അങ്ങോട്ട് വീശി. ചേട്ടാ എന്നാ പിന്നെ അവളുടെ കഴുത്തിലോട്ട് ആ പാമ്പിനിട്ട് 2 മുറുക്കിക്കോന്നും പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് കൊടുത്ത്. പുള്ളി അപ്പം തന്നെ ആ പാമ്പിനെ നേരെ എടുത്ത് ഉണ്ണിക്കും കൈമാറി. ഉണ്ണിക്ക് കൈമാറി കഴിഞ്ഞിട്ടുള്ള സീനാണ് നിങ്ങൾ ഇപ്പം അടുത്തത് കാണാൻ പോണത്. അടിപൊളിയാണ് മോനെ. അങ്ങനെ ഈ പാമ്പ് വേലായുധത്തിമാരെയും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ കണ്ട മത്സ്യങ്ങളെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കി. അപ്പം ഇപ്പുറത്തെ സൈഡിലെ മീനിനെ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. അപ്പം ഇപ്പുറത്തെ സൈഡിലുള്ള 2 മീനിൻ്റെയും കൂടി വീഡിയോ നമ്മൾ പിടിച്ച് കണ്ട. ശരിക്കും പ്രതിമ നിൽക്കണ കൂട്ട് നിൽക്കണം, ഒരനക്കൂല്ല അതിനൊന്നും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയതിന് ശേഷം നമ്മൾ തിരിയുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഇതേപോലെ തന്നെ അക്വേറിയങ്ങളാണ്. അതായത് നമ്മൾ ഇതുവരെ കാണാത്ത പരന്ന മീൻ കണ്ട. സൈഡിലൊരു 1-ാം തരം സൺഫ്ലവറും. ഞാൻ ഒറിജിനലാണെന്ന് പിടിച്ചു നോക്കി, പക്ഷെ സാധനം ഒറിജിനൽ തന്നെ ഉണ്ട്. അപ്പം ഈ പരന്ന മീനിനെ നമ്മൾ കുറച്ച് നേരം സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ച്. കാരണം ഇനി അങ്ങോട്ട് കുറച്ച് മീനുകളാണ്.
അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല ചോരക്കണ്ണ മീൻ, തൊട്ട് സൈഡിൽ സുഗിരിയും ഗൗരി, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇത് ഏത് മീനാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഈ എല്ലാ മീനിൻ്റെയും പേര് അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വായിച്ചെടുക്കാനൊന്നും പറ്റൂല, എല്ലാം അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളായിരുന്നു. അതെ, സ്റ്റാർ ഫിഷ് ആകെ അറിയാവുന്നത് ഈ സാധനം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഈ വന്ന മുതലിനാണ്, ലവ് ബേഡ്സ്, അതായത് 2 ഇണക്കുരുവികൾ, കുരുവിയല്ല എണ ലവ് ബേഡ്സ്. അങ്ങനെ ആ 2 അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് മൃഗങ്ങളൊക്കെയാണ്. അപ്പം അത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറം വന്ന് ഇവൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടാ. നോക്കിയേ, നമ്മുടെ മീശമാധവന്റെ പിള്ളേച്ചൻ്റെ കൂട്ട് ചെവിയുടെ 2 സൈഡിൽ തള്ളി നിൽക്കണ പൂട. അവൻ കുറച്ചു നേരം എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഒരു ഹാംസ്റ്ററിന്റെ ഒരു ലുക്ക് ഉണ്ട്, അതേപോലെ ഒരു റാക്കൂണിന്റെ ലുക്ക് ഉണ്ട്. പക്ഷെ എന്തെന്നാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ട, ശ്രദ്ധിച്ചു നോക്കി, അടിപൊളിയാണ് അവൻ, ചാടിക്കളിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവനെ. അതിനുശേഷം പിന്നെ നമ്മ അതിന്റെ തൊട്ടപ്പുറം തന്നെ കണ്ടത് മലയണ്ണാനല്ല, പറക്കണ അണ്ണാൻ എന്നാണ് ഉണ്ണി പറഞ്ഞത്. പക്ഷെ പറക്കണമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നോർമൽ അണ്ണാൻ, കാട്ടിലുള്ള അണ്ണാൻ, നല്ല രസം കാണാൻ, അത്ര ഉണ്ടായിരുന്നുള്ളു. പിന്നെ അതിൻ്റെ അപ്പുറവും വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റൈറ്റ് സൈഡിലുള്ള ചെറിയ അക്വേറിയത്തിലുള്ള വലിയ വലിയ മീനുകളെ ഞാൻ നേരെ അങ്ങോട്ട് എടുത്തൊന്ന് ഫോക്കസ് ചെയ്തു. അതിനുശേഷം തൊട്ട് സൈഡിൽ ഫോക്കസ് ചെയ്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കള്ളക്കോഴി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തേക്ക് സൂം ചെയ്ത് നോക്കിയപ്പോ കൊത്താനായിട്ട് വന്നി കാട്ടുമാറാണ്ടി. ഞാൻ എന്നിട്ട് പതുക്കെ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെയും മീനുകളിലേക്ക് എൻ്റെ ശ്രദ്ധയിലെത്തി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഞാൻ പുറത്തോട്ടിറങ്ങിയ കണ്ട അവിടെ ഉണ്ണിയും ഗൗരിയും പിള്ളേരും അവിടെ ഫിഷ് സ്പാഡ് എടുത്ത് കാലിട്ടിരിക്കണം. അതായത് ആ വെള്ളത്തിൽ കാലിട്ട് ആ മീനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഞാനപ്പോൾ മൊത്തം ആ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിച്ച് എന്നിട്ട് നോക്കണേ പിള്ളേരെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർട്ടൂൺ മെയിംസ് അതിലവർ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആനിമേഷൻസ്. പിന്നെ നല്ല കറുത്ത മീൻ, ഇരുട്ടായതുകൊണ്ട് എന്തെന്നാണെന്ന് മനസ്സിലായില്ല. പിന്നെ സുഗിരിയുടെ നിർബന്ധപ്രകാരം ഞാനും ചാടി ഒന്ന് മസാജ് എങ്ങനെയുണ്ടെന്ന് നോക്കാന്ന് കരുതി. കൊള്ളാം, പോളീസാണ്. എന്താണ് ഇറങ്ങണം പെട്ടെന്ന്? നല്ല രസമില്ല ശരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർ ഈ വരച്ച് വെച്ചേക്കണൊക്കെ എടുത്ത് അവരുടെ ഫിലിമിന്റെ പേര് ദ സ്റ്റെയർ ഹൗസ്, അത് അതേപോലെ വരച്ചിട്ട് അതിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ പറഞ്ഞ ഇതിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ പടം വരച്ചേക്കുന്നത്. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞോട്ട് നല്ല രസമുണ്ട് ഇവനെ കാണാൻ, ഈ പടത്തിൽ മാത്രമല്ല നേരെ. പിന്നെ പതുക്കെ എൻ്റെ ക്യാമറ കണ്ണുകൾ അവിടുത്തെ അരാപ്പൈമ ഫിഷിലേക്ക് പോയി. നല്ല തടിച്ചു കൊഴുത്ത 3 എണ്ണം, നല്ല നമ്മുടെ സൈസിലുള്ള 3 എണ്ണം നല്ല ഭീമാകാരനും ഒരിടത്തരം അരാപ്പൈമ അവിടെ കിടപ്പുണ്ടായി. അതിൻ്റെ ശൽക്കങ്ങളൊക്കെ വരച്ച് വെച്ചേക്കണ കൂട്ടായിരുന്നു. നല്ല രസമായിരുന്നത് കാണാനായിട്ട്. നല്ല ഭീമാകാരൻ അരാപ്പൈമ. ഞാൻ ആലോചിച്ച് ഇതിനേക്ക് ഇവർ എങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുന്നാവും. ഹോ,
സമ്മതിക്കണോട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ റിച്ചപ്പൻ കാല് മുക്കി സ്പാ ചെയ്യണതിൻ്റെ വീഡിയോ എടുത്ത് അതിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കി എടുത്തപ്പോഴത്തേ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നല്ല കറുത്ത മീൻ കണ്ട, കാല് മൊത്തം പൊതിയാണ്. നമുക്ക് വെറുതെ ഇക്കിളി ആയിട്ടുണ്ടല്ലേ, എനിക്ക് പറ്റണുണ്ടായില്ല, ഞാനതാണ് പെട്ടെന്ന് കയറിയത്. ഇക്കിളി സഹിക്കാൻ പറ്റാണ്ട് പിന്നെ ഉണ്ണിയും ഗൗരിയും അവിടെ ഇരുന്ന് കുറച്ചു നേരം അങ്ങനെ ആ മീൻ നമ്മളിങ്ങനെ കൊത്തിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും അറിയൂലെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് ഇക്കിളി സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ പെട്ടെന്ന് കയറിയത്. ഹൗ സുഗിരി അത് എക്സ്പീരിയൻസ് ചെയ്തില്ല. പുവർ മാൻ, ഷൂ ഇട്ടുണ്ടാണ് വന്നത് പാവം. അങ്ങനെ നമ്മുടെ ഈ സ്റ്റെയർ ഹൗസിലുള്ള സംഭവങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ലാസ്റ്റത്തെ മീനുകളുടെ സെഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനത്തെ ഭാഗമുണ്ട്. ഇത് നല്ല അലങ്കാര മത്സ്യം. അത് ഏത് കളറാണെന്ന് നമുക്ക് പിടുത്തൂല. എന്തായാലും ആ ടാങ്കിലെ കളർ നീലായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞങ്ങൾ കൊടുത്ത പോലെ മീനിന് ഫുഡ് കൊടുത്തിട്ട് കയ്യിലിട്ട് കാണിക്കണതിൻ്റെ സീനാണ് ആ കാണുന്നത്. ഞാൻ സ്ലോ മോഷനിൽ എടുത്തേക്കണോണ്ടാണ് ഇത്രയും സ്ലോയിൽ അത് കാണിക്കണത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണിക്കും റിച്ചുവിനും നിർബന്ധം, അവർക്കും കൈയിടണം. അങ്ങനെ അവരും കൈയിട്ട് അതും ഞാൻ വീഡിയോ എടുത്ത് സെറ്റ് ചെയ്ത്. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇങ്ങനെ എന്തോരം മീനുകളുടെ ഇഷ്ടംപോലെ മീനുകളെ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ കാണാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഈ മീനുകളുടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അക്വേറിയം സെക്ഷനിലേക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആ നീല ടാങ്കിലിട്ടേക്കണ മീനിൻ്റെ കളർ നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ആ നീല ലൈറ്റിൻ്റെ ഇടയിൽ ഫ്ലൂറസെൻ്റ് പിങ്ക് വന്ന എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? അത്രയും ഈ എല്ലാ മീനും കൂടി ഇങ്ങനെ കൂട്ടം കൂടി വരുമ്പോൾ നല്ലൊരു ഫീല് നമുക്ക് അവിടെ കിട്ടണല്ലേ. ഹൗസ് ദാറ്റ് ബേബ്സ്, നൈസല്ലേ? പതുക്കെ നമ്മ ചില്ലുമ്മ കൈയിട്ട് കൊട്ടുമ്പോൾ അത് അതേപോലെ അങ്ങോട്ട് തെന്നിത്തെറിച്ച് പോകണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു മീൻ. എനിക്ക് ആ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് മീനുകളില്ല കൂട്ടത്തിൽ എനിക്ക് ഈ മീനിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ് ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് പോണത് കാണാൻ. ചിലപ്പോൾ അവർ ഡെക്കറേറ്റ് ചെയ്ത കളറിൻ്റെ ആയിരിക്കാം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പരിപാടി ഇവിടെ അങ്ങോട്ട് തീരെയാണ്. അതായത് അതിൻ്റെ അകത്തേക്ക് കയറി നമ്മ മീനുകളെ കണ്ട്, അതിനുശേഷം ഇഗ്വാനെ കണ്ട്, ലവ് ബേഡ്സിനെ കണ്ട്, പാമ്പിനെ കണ്ട്, പിന്നെ മീനുകളെ കണ്ട്, വേഴാമ്പലിനെ കണ്ട്, പിന്നെ ആ ചെറിയ ചെറിയ മൃഗങ്ങൾ, അണ്ണാൻ, അങ്ങനത്തെ സാധനങ്ങളെല്ലാവരെയും കണ്ട്, പിന്നെ അരാപ്പയ്മനെ കണ്ട്, ഫിഷ് സ്പാ ചെയ്ത്, അങ്ങനെ എല്ലാ പരിപാടികളും തീർത്തിട്ട് ഞങ്ങൾ 4 പേരും പിന്നെ പിള്ളേരും 6 പേര്, ഞങ്ങൾ 6 പേരും കൂടി ഇവിടെ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരു 150 രൂപ കൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണാൻ പറ്റി അതെല്ലാം കണ്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ ചൂടോടെ ബജി കഴിക്കാൻ വേണ്ടി അവിടുത്തെ ബജിക്കടയിൽ കയറി. പഴംപൊരി, മുട്ട ബജി, മുളക് ബജി, ഉള്ളിവട, കോളിഫ്ലവർ മുതൽ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു മതിച്ച പഴംപൊരിയും ഒരു മുട്ട ബജിയും അതേപോലെ തന്നെ ഒരു ഉള്ളിവടയും വാങ്ങിച്ചട്ടാ. അതും വാങ്ങിച്ച് ചൂടോടെ തന്നെ വായലോട്ട് കയറ്റിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോണേണ്. അപ്പോൾ ഒരു ചൂടൻ ബജിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് യാത്ര പറഞ്ഞാണ്. ഇനി അടുത്ത